അപ്പോൾ അങ്ങനെ വേണ്ടി ഞാൻ പുതിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പുതിയൊരു വീഡിയോ എടുക്കാൻ പഴയ രീതിക്ക് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. കുറേ നേരമായി മഴയൊക്കെ പെയ്യാൻ വേണ്ടി മൂടിക്കെട്ട് നിൽക്കണേ. ഇന്നലെ മൂടിക്കെട്ട് ചെറുതായിട്ടൊരു മഴ പെയ്ത് പോയതാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ഇന്ന് മഴ പെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ആകാശമൊക്കെ പൊതുവെ മേഘാവൃതമായിട്ട് മൂടിക്കെട്ട് നിൽക്കുകയാണ്. മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇന്നലെ ചെറുതായിട്ടൊരു മഴ പെയ്തതുമാണ്. ഇന്നും കുറേ നേരമായി മഴ പെയ്യുകയാണെങ്കിൽ മഴ പെയ്യുമ്പോൾ ഒരു പടം എടുക്കാമെന്നും പറഞ്ഞ് ഞാൻ നോക്കി നിൽക്കുന്നത്. അങ്ങനെ മഴ പെയ്യുമെന്ന് പറഞ്ഞ് നോക്കി നിന്നിട്ടാണെങ്കിൽ കുറേ നേരമായി മൂടി മേഘാവൃതമായിട്ട് നിൽക്കുന്നതല്ലാതെ മഴ പെയ്യേണ്ട ഒരു കളിയില്ല. അങ്ങനെ ഞാൻ തേരാപ്പാര മഴയും നോക്കിക്കൊണ്ട് നടക്കുകയാണ്. കുരുമുളകുകൾ വിളഞ്ഞില്ല. ആഹാ, കുറേ കാലമായിട്ട് പടം എടുക്കാത്തതുകൊണ്ട് പഴയതുപോലെ എൻ്റെ രൂപം ആകപ്പാടെ മാറിയല്ലോ. ഇവിടേക്കിരുന്ന് എന്തൊക്കെയാണ് വിളിക്കുന്നത്. ഇവിടെയൊക്കെ വളരെ വിശാലമായിട്ടറിയാം. മൂടിക്കെട്ട് നിൽക്കുകയാണ്. മഴ പെയ്യാനാണ് സാധ്യത. ഇന്നലെ ഇതുപോലെ ഒന്ന് മൂടിക്കെട്ട് വന്നത് തന്നെ, പക്ഷെ പെയ്തില്ല. ഇന്നും പറ്റിക്കപ്പെടാതിരിക്കാനും സാധ്യതയുണ്ട്. അതായത് മഴ പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. നോക്കാം, മഴ പെയ്യുമോ നോക്കാം. അതുവരെ നമുക്കിങ്ങനെ അണ്ടി കളക്ഷൻ, കോഴിമുട്ട കളക്ഷൻ. വെട്ടമില്ല, ഫ്ലാഷ് ഇട്ടില്ല. ഞാനിടാൻ വയ്യ. കണ്ട, കൊതുക് വളർത്താനുള്ള ഉപാധികളാണ് ചെയ്തു വച്ചിരിക്കുന്നത്. കൊതുക് പ്ലാന്റേഷൻ തുടങ്ങണം ഇനി. എങ്ങോട്ട് നോക്കിയാലും മൂടിക്കെട്ടി നിൽക്കുകയാണ്. നമ്മുടെ കോഴിക്കൂടല്ല, പുള്ളാളി അള്ളാപ്പെട്ട് നമ്മൾ വലയിട്ട് വെച്ചിരിക്കുന്നു. പക്ഷേ കോഴിക്കുട്ടികളൊക്കെ മേലെ എവിടെ നിൽപ്പാണ്. നാളെ 2 മാങ്ങ പറിക്കണം ബോയ്സ്. ഏതുപോലെ ഒരു കോയിൻ്റെ മോൻ പുറത്തിറങ്ങി നിൽക്കുന്നത്. പുറത്തിറങ്ങിയെന്നല്ല, ഞാൻ തന്നെ തുറന്നു വിട്ടതാ. ചെറുക്കൻ പുറത്തിറങ്ങി വളരട്ടെ. ചെറുക്കൻ ലോകം കണ്ട് വളരട്ടെ. അങ്ങനെ സാഹസികമായിട്ട് മഴ വന്നെന്നാണ്. മഴ ചെറുതായിട്ട് തുടുക്കി തുടങ്ങുന്നുണ്ട് സുഹൃത്തുക്കളെ. നമ്മൾ തുണികളൊക്കെ വാരിയിടണം. ഇങ്ങനെ ഇതിൻ്റെ മരുന്ന് അങ്ങ് പോട്ട്. നമ്മൾ വാഴ ഉണക്കാനുള്ള തുണിയെന്നെല്ലാം വലിച്ച് വാരയിട്ടില്ലെങ്കിൽ എല്ലാ അധ്വാനവും ഒന്ന് വെള്ളത്തിലാവും. തുണിയേറെ വൃത്തിയായിട്ടാണ് നല്ലതാണ്. ഇതെനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു നാറിയെ വിളിച്ചിട്ട് വന്നില്ല വോയിസ്. കണ്ടോളെ തിന്ന് മഴ ഒരു പൊടിക്കും എന്ന് തോന്നുന്നു. പെയ്തില്ലെങ്കിൽ ഇന്ന് തേൻ ചൊട്ടും. കണ്ട, എല്ലാം നമ്മൾ വാരിക്കെട്ടിയിട്ടുണ്ട്. മണിക്കുട്ടിയല്ല, കുഞ്ഞ്. എല്ലാം വായിക്കൊണ്ട് നമ്മൾ അടുക്കിയിട്ടുണ്ട്. പുറത്തവരേതോ ചൈനീസ് പടം കാണുന്നത്. മഴ സുഹൃത്തുക്കളെ, മഴ ചെറുതായിട്ട് പെയ്ത് പോതേ ഉള്ളൂ. കണ്ടോ, അവർക്ക്
ചെറുതായിട്ട് ചാറി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ കണക്ക് അങ്ങ് പെയ്ത് പോകേ ഉള്ളൂ. തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നാണ് മഴ വരുന്നത്. പക്ഷെ കേൾക്കുന്നാണ് വന്നിരുന്നെങ്കിൽ ഒന്ന് പെയ്ത് വലിയ വെള്ളപ്പൊക്കം തന്നെ ഒന്നുണ്ടായേനെ. പോയി അങ്ങനെ വലിയ മഴയൊന്നും പെയ്തില്ലെങ്കിലും അത്യാവശ്യം ചെറിയൊരു മഴ പെയ്തുകൊണ്ട് നിൽക്കുവാണ്. ഞാൻ തീരെ കടോർത്തുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല അത്രയും ഉറച്ചത്. അയ്യോ കാണാം. കണ്ടായി സാഹസ്യമായി മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നത്. മഴ പെയ്ത് ആകപ്പാടെ നനഞ്ഞിരിക്കുകയാണ് മൊത്തത്തില്ല. ഇനിയിപ്പോൾ മഴ ഇറക്കുന്നവരെ കണ്ടോണ്ടിരിക്കാം. അങ്ങനെ മഴയൊക്കെ പെയ്തിറങ്ങി സെറ്റായിട്ടുണ്ട്. ഒന്നും പറയാനില്ല. പൊളി കാലാവസ്ഥ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പൊടിയൊക്കെ അടങ്ങി എന്ന് മാത്രമേ ഉള്ളൂ. മഴയൊക്കെ അങ്ങനെ ഇറന്ന് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറേ മഴക്കാഴ്ചകളും കൂടെ കണ്ടിട്ട് നിർത്തിക്കളയാം. മഴത്തുള്ളികളാൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെടികൾ, പൂക്കൾ, ഇനി കുറേ പൂക്കളിനെ കണ്ട് നിർത്തിക്കളയാം. അതിവിശാലമായ ഒരു മഞ്ഞ മുള, ചെമ്പരത്തിയുടെ ഒരു മൊട്ട്, വേറൊരു ടൈപ്പ് ചെമ്പരത്തി, അതുപോലെ വേറൊരു നീളം പൂവുള്ളൊരു പൂവ്, വീണ്ടും വേറൊരു ടൈപ്പ് ചെമ്പരത്തി, വീണ്ടും വേറൊരു ടൈപ്പ് പൂവ്. പൂ മാത്രമല്ല കായും കൂടെയുണ്ട്. പിന്നെ ഇതുവരെ പൂത്ത് കാണാത്തൊരു ചെടി. എന്തൊരു ചെടിയാണ് എന്താ ഇതിൻ്റെ പൂ കണ്ടിട്ടുണ്ട്. ഇത് മന്ദാരമാണെന്ന് തോന്നുന്നു. ഇതല്ല, അതിൻ്റെ പൂ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു റോസാപ്പൂ, പിന്നെ വ്യത്യസ്തമായ വേറൊരു പൂ. ഇത് രാവിലെ ഉണ്ടായിട്ട് വൈകിട്ടാകുമ്പോൾ കൊഴിഞ്ഞു പോകും. സെയിം. പിന്നെ വേറൊരു വെള്ളപ്പൂ അല്ല ഉള്ള ചെടി. പിന്നെ ഒരു കുരുമുളക്. പിന്നെ അതിനകത്ത് കുറേ ചെടികൾ, കുറേ പൂക്കൾ. ക്ലോസപ്പിൽ കാണണമെങ്കിൽ അകത്ത് കയറണം. അതൊക്കെ ഭയങ്കര റിസ്ക് അല്ലേ. റിസ്ക് എടുത്തിട്ടുള്ള ഒരു പരിപാടി ഞാനില്ല. പിന്നെ അതൊന്നുമല്ല ഹൈലൈറ്റ്. കാണ്ടടയിൽ പോകുന്നു നമ്മുടെ ഫിഷേഴ്സ്. ആഫ്രിക്കൻ പായൽ അല്ല, എന്തോ പായൽ. പിന്നെ മഴയിൽ നനയും ചൊതുക്കം നടക്കുന്ന കോഴികൾ. ഒരെണ്ണം അത്, ബാക്കി കോഴിയൊക്കെ അങ്ങനെ നടക്കുന്നു.